സർക്കാർ ആശുപത്രിയിൽ ജനിച്ച കുഞ്ഞിന് ഗുരുതര ജനിതക വൈകല്യം. വായ തുറക്കാനാകാത്ത കുഞ്ഞിന്റെ ആരോഗ്യനില ഗുരുതരമെന്ന് മാതാപിതാക്കളായ അനീഷും സുറുമിയും പറയുന്നു. വൈകല്യം നേരത്തെ കണ്ടെത്തിയില്ല എന്ന പരാതിയിൽ 4 ഡോക്ടർമാർക്കെതിരെ കേസെടുത്തു. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ഈ മാസം 8-ാം തീയതിയായിരുന്നു ലജ്നത്ത് വാർഡ് സ്വദേശി സുറുമിയുടെ പ്രസവം. 10 മാസത്തെ കാത്തിരിപ്പിന് പക്ഷേ കണ്ണീരായിരുന്നു ഫലം. അസാധാരണ വൈകല്യത്തോടെയാണ് കുട്ടി ജനിച്ചത്. കുഞ്ഞിന്റെ കണ്ണും ചെവിയും യഥാസ്ഥാനത്തല്ല. വായ തുറക്കില്ല. മലർത്തിക്കിടത്തിയാൽ കുഞ്ഞിന്റെ നാവ് ഉള്ളിലേക്ക് പോകും. കാലിനും കൈക്കും വളവുണ്ട്. ജനനേന്ദ്രിയത്തിന് പോലും കാര്യമായ വൈകല്യം. ട്രീറ്റ്മെന്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം. കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല. മുലപ്പാൽ കൊടുത്തെങ്കിൽ മാത്രമേ കുട്ടിക്ക് സ്ട്രെങ്ത് ഉണ്ടാകത്തുള്ളൂ. കുഞ്ഞ് 2,400-2,800 വെയിറ്റ് ഉണ്ടായിരുന്ന കുട്ടിയാണ്. കുട്ടിയുടെ ഓരോ ദിവസം കഴിയുന്തോറും കുട്ടിയുടെ ആരോഗ്യനില താഴുകയാണ്. പക്ഷേ ഇത് നമ്മൾ പമ്പ് ചെയ്തിട്ട് എടുത്ത് മൂക്കിലൂടെയും ട്യൂബ് ഇട്ടിരിക്കുന്ന ആ ട്യൂബിലൂടെ ഫീഡ് ചെയ്യുവാണ്. ഈ സ്കാനിങ് വെച്ചിരിക്കുന്നത് എന്തിനാണ് സാർ? ഗർഭകാലത്ത് 7 തവണ സ്വകാര്യ ലാബുകളിൽ സ്കാനിംഗ് നടത്തിയിരുന്നു. പക്ഷേ സ്കാനിംഗിൽ വൈകല്യം സംബന്ധിച്ച ഒരു സൂചന പോലും ഡോക്ടർമാർ നൽകിയില്ലെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, കുഞ്ഞിന്റെ വെയിറ്റ് ഒക്കെ കറക്റ്റാണ് എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് നിമിഷവും ഞാൻ ചോദിച്ചിട്ടും ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞു. ട്രീറ്റ്മെന്റ് കൊടുക്കണം, അല്ലാതെ അതിനെ കൊണ്ടൊന്നും കണ്ണു പോലും തുറക്കാത്ത കൊച്ചാ. ഈ വണ്ടാനത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ ചെന്നുടനെ അവർ പറഞ്ഞല്ലോ കുഞ്ഞിന് അനോമലീസ് ഉണ്ടാവാമെന്ന്. അതെന്തുകൊണ്ട് ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞില്ല? കുഞ്ഞിന്റെ മാതാപിതാക്കളായ അനീഷിന്റെയും സുറുമിയുടെയും പരാതിയിൽ ആലപ്പുഴ സൗത്ത് പോലീസ് 4 ഡോക്ടർമാർക്കെതിരെ കേസെടുത്തു. കടപ്പുറം ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റുമാരായ ഡോക്ടർ ഷേർലി, പുഷ്പ എന്നിവർക്കും സ്വകാര്യ ലാബിലെ 2 ഡോക്ടർമാർക്കുമെതിരെയാണ് കേസ്. മെഡിക്കൽ നെഗ്ലിജന്റ് ആയിട്ടുള്ള ആരോപിക്കപ്പെടുന്ന കേസുകൾ അന്വേഷിക്കേണ്ടത് DSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. FIR ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഇനിഷ്യലായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ, അതായത് അതിന്റെ ബന്ധപ്പെട്ട റെക്കോർഡ്സും മറ്റു കാര്യങ്ങളും ഒന്നും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ ഇതുവരെ കേസിൽ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ കേസ് ഡയറി നമുക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കിട്ടിയിട്ടില്ല. പിന്നെ ഇതിപ്പോൾ നമ്മൾ എന്തിനൊരു എക്സ്പെർട്ട് ഒപ്പീനിയൻ ഇതിന് ആവശ്യമായിട്ട് വരുന്ന കേസുകൾ. അതേസമയം ഇനി എന്തെന്നറിയാതെ ആകെ തകർന്ന നിലയിലാണ് മാതാപിതാക്കൾ. കുഞ്ഞിന്റെ തുടർ ചികിത്സ എങ്ങനെയെന്ന് പോലും ഇരുവർക്കും അറിയില്ല. റിപ്പോർട്ടർ, ആലപ്പുഴ.